മിടുക്കനാട്ടോ. വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ? ഓ, എനിക്കിപ്പോൾ കഷ്ടപ്പാടൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. അതെന്താ? മാഡം എപ്പോഴും ഇങ്ങനെ അടുത്തുണ്ട്. മാഡം ഒന്നും വേണ്ട, സെലേന അത് മതി. എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോൾ ഭയങ്കര രസമാണ്. സെലന എന്നുള്ള പേര് തന്നെ എന്നാ ഭംഗിയാ. എൻ്റെ മമ്മി ഇട്ട പേരായത്. എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, തന്നെ പോലെ ഒരാൾ. അയാളാണ് എനിക്ക് ഈ പേരിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നത്. സെലേന എന്ന് പറഞ്ഞ യവനരുടെ ദേവതയാണ്, ചന്ദ്രദേവത. അങ്ങനെയാണെ മമ്മി അറിഞ്ഞിട്ട പേരാ. നോക്കിയേ, ആകാശത്തൊരു റാണിയെ പോലെ സൂചിച്ചങ്ങ് നിൽക്കല്ലേ അവള്. സംഭവം ഇവിടെ നോക്കുമ്പോൾ റാണിയാണ് സൂചി നിൽക്കുക എന്നൊക്കെ തോന്നും. അടുത്ത് വന്നാലും സത്യം എന്താണെന്ന് മനസ്സിലാവും. എന്നാ ശൂന്യതയിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ, കുറേ നീറുന്ന മുറിവുകളൊക്കെ ആയിട്ട്. അതിനെ രാജാവ് വീണു പോയതുകൊണ്ടാണോ ഒറ്റപ്പെട്ട് നിൽക്കാന്നൊക്കെ പറയുന്നത്? അച്ഛനെയാണോ ബലരാജാവ് എന്ന് ഉദ്ദേശിച്ചത്? ആ, അറബിടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചൊതുക്കി ഭരിക്കുന്നവരാണ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത്. 1 മാസം മുമ്പ് വരെ എൻ്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിൻ്റെ. അങ്ങനൊക്കെ ചെയ്യുമോ അയാള്? ചെയ്യുമെന്നോ? അങ്ങേരുടെ പേക്കൂത്തില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. തനിക്കറിയോ, ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകമ്പായിരിക്കും. ചുമ്മാ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ആരനുഭവിക്കുന്നു? അനുഭവിക്കുന്നതൊക്കെ ഞാനല്ലേ. എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരും ഇല്ലാത്തത്. അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഒരു റാണിയാകുമ്പോ ഒരു കാലാളെങ്കിലും കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എങ്കിൽ ഞാൻ ഡിന്നർ റെഡിയാക്കിയിട്ട് വരാം. ഡിന്നറിന് എന്താ വേണ്ടത് തനിക്ക്? ഇന്നലെ 5-ന്റെ സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അതെയോ? എന്നാ എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അതങ്ങെടുത്തോ. ഉള്ള സ്ഥലം ബാങ്ക് വെച്ചിട്ട് സാറേ കഴിഞ്ഞൊരു ലോൺ എടുത്ത് ഒരു മാസത്തിൻ്റെ കാര്യം ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം നടക്കാല്ലേ? ഒന്നുമില്ല. ശരി എന്നാ. ശരി. ഒന്നുമില്ല. എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. ഏയ്, എന്നോട് കള്ളം പറയണ്ട. ജിജിയായിട്ട് വഴക്കിട്ടോ? ഒന്നുമില്ല. നമ്മുടെ കാര്യം അറിഞ്ഞോ ആരെങ്കിലും? ഇല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ കാശിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാനും ജോബിഷും കൂടെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. എൻ്റെ ചേട്ടനൊരു 3-4 കൊല്ലം കൂടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ.
അപ്പോൾ കുറച്ച് സ്വർണം കൊണ്ടുവരാനുള്ളൊരു പരിപാടി. എയർപോർട്ടിൽ നിന്ന് കടന്നു പോന്നു, പക്ഷെ വഴി വെച്ച് സ്ക്വാഡ് പൊക്കി. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? ഞാൻ ഇസ്രായേലിൽ പോകാൻ കുറച്ച് പൈസ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്. 4-5 ലക്ഷം രൂപ വേണം ചേട്ടനെ ഇപ്പം ഇറക്കാൻ. വ്യക്തമായിട്ട് പറ, 4 ആണോ 5 ആണോ? 4 ലക്ഷം രൂപ എൻ്റെ ഫൈൻ, പിന്നെ ഈ കിമ്പിളും എല്ലാം കൂടെ ഒരു 1 രൂപ വരുമായിരിക്കും. ഇത്രയും പൈസ ഞാൻ എവിടെ പോയി ഉണ്ടാക്കുന്നു, രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ. ഏയ്, തൽക്കാലം ബെല്ല് ഇതൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്, നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. ചെല്ല്. ഇപ്പൊ പ്രശ്നമല്ല, സോൾവ് ആയില്ലേ? ആ, പക്ഷേ ഈ പൈസ ഞാൻ സാലറി അഡ്വാൻസ് ആയിട്ട് കൂട്ടിക്കോ, ബാക്കി പറ്റുന്ന പോലെ തിരിച്ചു തന്നാൽ മതി. സലണ എന്തേ കാണിക്കുന്നത്? സോറി, സന്തോഷം വന്നിട്ട്. സന്തോഷമൊക്കെ പിന്നെ.